ഏവർക്കും മാത്തമാറ്റിക്സ് പ്രാക്ടിക്കൽ എക്സാമിനേഷനുമായി ബന്ധപ്പെട്ട ഈ സ്പെഷ്യൽ വീഡിയോയിലേക്ക് സ്വാഗതം. 2025 പബ്ലിക് പ്രാക്ടിക്കൽ എക്സാമിനേഷന് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി സെക്കൻഡ് ഇയർ സിലബസിനെ ബേസ് ചെയ്തിട്ടുള്ള ലാബ് 18 ഫങ്ഷൻസ് അതിൻ്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ ആണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഒപ്പം അതിൻ്റെ ആൻസേഴ്സ് എങ്ങനെ ആൻസർ സ്ക്രിപ്റ്റിൽ രേഖപ്പെടുത്തണമെന്നും സൂചിപ്പിക്കുന്നു. ഓൾറെഡി 2025 മോഡൽ ക്വസ്റ്റ്യൻസ് ഒത്തിരി ലാബുകളെ ബേസ് ചെയ്ത് നമ്മൾ ചെയ്തിട്ടുണ്ട്. ആ പ്ലേലിസ്റ്റിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്, നിങ്ങൾക്ക് അത് കണ്ട് മനസ്സിലാക്കാവുന്നതാണ്. സോ ലാബ് 18 ഫങ്ഷൻസ് വളരെ സിമ്പിളായിട്ടുള്ള ഒരു ലാബ് ആണ് എങ്കിലും ഒത്തിരി മാത്തമാറ്റിക്കൽ കോൺസെപ്റ്റുകൾ അറിഞ്ഞാൽ മാത്രമേ കൃത്യമായി ഈ ലാബ് ചെയ്ത് പൂർത്തീകരിക്കാൻ സാധിക്കുകയുള്ളൂ. എന്താണ് 1-1 ഫംഗ്ഷൻ, എന്താണ് 1-2 ഫംഗ്ഷൻ, എന്താണ് ബൈജക്റ്റീവ് ഫംഗ്ഷൻ, എന്താണ് ഡൊമൈൻ, എന്താണ് റേഞ്ച്, ഇത്രയും കോൺസെപ്റ്റുകൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. തീർച്ചയായും അത് നമ്മൾ ലാബ് ഡിസ്കസ് ചെയ്യുമ്പോൾ അത് ഒന്നുകൂടെ സൂചിപ്പിക്കുന്നതാണ്. സോ ലാബ് 18 ഫംഗ്ഷൻസ് ഇതിൻ്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ നമ്പർ 1. Draw the graph of the function f from real number to real number given by f of x is equal to x cube plus 2x plus 3 and say whether it is 1-1 or 1-2. Write the reason. 3 മാർക്കാണ് ഈ ക്വസ്റ്റ്യന് നൽകിയിട്ടുള്ളത്. അപ്പോൾ ഈ ഫംഗ്ഷൻ 1-1 ആണോ 1-2 ആണോ എന്ന് ചെക്ക് ചെയ്യണം. അപ്പോൾ ജിയോജിബ്രയുടെ സഹായത്തോടു കൂടി ഈ ഫംഗ്ഷന്റെ ഗ്രാഫ് വരയ്ക്കുക. ഗ്രാഫ് ഒബ്സർവ് ചെയ്ത് നമുക്ക് വളരെ ഈസി ആയിട്ട് ഇത് 1-1 ആണോ 1-2 ആണോ എന്ന് ചെക്ക് ചെയ്യാം. തിയറി ക്ലാസ്സിൽ അല്ലാതെയും നമ്മൾ ഇത് ചെക്ക് ചെയ്യാൻ പഠിച്ചിട്ടുണ്ട്. ഇവിടെ ജിയോജിബ്രയുടെ സഹായത്തോടു കൂടി ഗ്രാഫ് വരച്ച് ഗ്രാഫ് ഒബ്സർവ് ചെയ്താണ് ഈ ഫംഗ്ഷൻ 1-1 ആണോ 1-2 ആണോ എന്ന് ചെക്ക് ചെയ്യേണ്ടത്. അതിനുവേണ്ടി ഒരു ജിയോജിബ്ര വിൻഡോ ഓപ്പൺ ചെയ്യുക. എന്നിട്ട് ഇൻപുട്ട് ബാറിൽ ആ ഫംഗ്ഷൻ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഫസ്റ്റ് ഫംഗ്ഷൻ എഫ് എന്ന് തന്നെ വരും, അതുകൊണ്ട് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എന്ന് ടൈപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. ആ റൈറ്റ് സൈഡ് മാത്രം ടൈപ്പ് ചെയ്യുക. എക്സ് ക്യൂബ്, എക്സ് ഷിഫ്റ്റ് ക്യാപ് 3, എക്സ് ക്യൂബ് പ്ലസ് 2x then again plus 3 which is the function. എൻ്റർ കൊടുക്കുമ്പോൾ ആ ഫംഗ്ഷന്റെ ഓൾജിബ്ര നമുക്കിവിടെ കാണുവാനും സാധിക്കും. which is the graph of the function. ഈ ഫംഗ്ഷൻ 1-1 ആണോ എന്ന് എങ്ങനെ ചെക്ക് ചെയ്യാം അല്ലേ? ഗ്രാഫിൽ നിന്ന് 1-1 ചെക്ക് ചെയ്യാനുള്ള ടെസ്റ്റിന്റെ പേര് ഹൊറിസോണ്ടൽ ലൈൻ ടെസ്റ്റ്. ഡീറ്റെയിൽഡ് ക്ലാസ്സിൽ നമ്മളത് സൂചിപ്പിച്ചിട്ടുണ്ട്. മനസ്സിൽ ഒരു ഹൊറിസോണ്ടൽ ലൈൻ ഇങ്ങനെ വരച്ചു നോക്കുക. ആ ഹൊറിസോണ്ടൽ ലൈൻ നമ്മൾ മേളിലോട്ടും താഴോട്ടും മൂവ് ചെയ്യിപ്പിക്കുമ്പോൾ ഈ കർവിൽ ഒരൊറ്റ പോയിന്റിൽ മാത്രം കട്ട് ചെയ്യുന്നു എങ്കിൽ ദ ഫംഗ്ഷൻ 1-1, അതർവൈസ് നോട്ട് 1-1. ഒരു ഹൊറിസോണ്ടൽ ലൈൻ ഇങ്ങനെ വരച്ചു, ഒറ്റ പോയിന്റിൽ മാത്രമേ കട്ട് ചെയ്യുന്നുള്ളൂ. ഇവിടെ കൊണ്ട് വരച്ചാലും ഒറ്റ പോയിന്റിലേ കട്ട് ചെയ്യുന്നുള്ളൂ. ഒരൊറ്റ പോയിന്റിൽ മാത്രം ഈ കർവും ആ ഹൊറിസോണ്ടൽ ലൈനും കട്ട് ചെയ്യുന്നു. Therefore this function is 1-1. Every element has distinct image, then the function is 1-1. അതാണ് തിയറിയിൽ നമ്മൾ പഠിച്ചിട്ടുള്ളത്. അത് തന്നെയാണ് ഇവിടെ. അപ്പോൾ ക്ലിയർലി ദിസ് ഫംഗ്ഷൻ ഈസ് എന്താണ് 1-1. അപ്പോൾ അതെങ്ങനെ നമ്മൾ ആൻസർ സ്ക്രിപ്റ്റിൽ രേഖപ്പെടുത്തും? ആൻസർ സ്ക്രിപ്റ്റിൽ ആദ്യം എഴുതേണ്ടത് ദ ഗിവൺ ഫംഗ്ഷൻ ഈസ് എന്താണ്? f of x is 1-1 since the horizontal line meets the curve exactly at 1 point, hence f of x is എന്താണ് 1-1. ഈ സെന്റൻസ് കൃത്യമായി രേഖപ്പെടുത്തിയാൽ നിങ്ങൾക്ക് കിട്ടേണ്ട മാർക്ക് കൃത്യമായി കിട്ടുക തന്നെ ചെയ്യും. അടുത്ത ഈ ഫംഗ്ഷൻ 1-2 ആണോ? രണ്ട് രീതി ചെക്ക് ചെയ്യാം. ഈ ഹൊറിസോണ്ടൽ ലൈൻ മേലറ്റം തൊട്ട് താഴെയറ്റം വരെ മൂവ് ചെയ്യിപ്പിക്കുമ്പോൾ കുറഞ്ഞത് ഒരു പോയിന്റിലെങ്കിലും മീറ്റ് ചെയ്താൽ ദ ഫംഗ്ഷൻ 1-2 എന്ന് പറയാം. എന്താണ് ഹൊറിസോണ്ടൽ ലൈൻ? ഇവിടെ കൊണ്ടുവച്ചാലും കട്ട് ചെയ്യുന്നു, ഇവിടെ കൊണ്ടുവച്ചാലും കട്ട് ചെയ്യുന്നു, എവിടെ കൊണ്ടുവച്ചാലും കട്ട് ചെയ്യുന്നു. അപ്പോൾ മിനിമം ഒരു പോയിന്റിലെങ്കിലും കട്ട് ചെയ്താൽ ആ ഫംഗ്ഷൻ 1-2 എന്ന് പറയാം. എങ്കിലും മറ്റൊരു കോൺസെപ്റ്റാണ് കുറച്ചുകൂടെ ഈസി. കോഡൊമൈനും റേഞ്ചും ഈക്വൽ ആണെങ്കിൽ, ഒരു ഫംഗ്ഷന്റെ കോഡൊമൈനും റേഞ്ചും ഈക്വൽ ആണെങ്കിൽ ആ ഫംഗ്ഷൻ എന്തെന്ന് പറയും? 1-2. ഈ ഫംഗ്ഷന്റെ റേഞ്ച് എന്താണ്? ഇതിന്റെ y വാല്യൂ, റേഞ്ച് എന്ന് പറഞ്ഞാൽ y വാല്യൂ -∞ മുതൽ +∞ വരെ, y വാല്യൂ ഇങ്ങേയറ്റം മുതൽ അങ്ങേയറ്റം വരെ. അപ്പോൾ റേഞ്ച് എന്താണ്? ക്യാപിറ്റൽ R, സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ്. ഇതിന്റെ കോഡൊമൈനും എന്ത് തന്നെയാണ്? ദ ഫംഗ്ഷൻ ഡിഫൈൻഡ് ഫ്രം റിയൽ നമ്പർ ടു റിയൽ നമ്പർ. ഈ സെക്കൻഡ് സെറ്റിനെയാണ് എന്ത് പറയുന്നത്? കോഡൊമൈൻ. അപ്പോൾ കോഡൊമൈൻ ക്യാപിറ്റൽ R, സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പർ. റേഞ്ചും ക്യാപിറ്റൽ R, therefore the function is 1-2. അപ്പോൾ എഴുതുക കോഡൊമൈൻ ഈക്വൽ ടു റേഞ്ച് ഈക്വൽ ടു എന്താണ്? ക്യാപിറ്റൽ R, സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പർ, ഹെൻസ് f of x is 1-2. അപ്പോൾ ഈ ഫംഗ്ഷൻ 1-1 1-2 ആണ്.
അതുകൊണ്ട് ഈ ഫംഗ്ഷൻ എന്താണ്? ബൈജക്റ്റീവ് ഫംഗ്ഷൻ എന്നും പറയാം. ചിലപ്പോൾ വൈവ ക്വസ്റ്റ്യന് അത് ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇത്രയും എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ 3 മാർക്കും കിട്ടിക്കഴിഞ്ഞു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 2. ഡ്രോ ദ ഗ്രാഫ് ഓഫ് ദ ഫംഗ്ഷൻ എഫ് ഫ്രം real number to real number given by f of x is equal to 2 plus 4x minus x square. Then write range of f of x. Remaining questions പിന്നീട് ചെയ്യാം. ആദ്യം ഈ ഫംഗ്ഷന്റെ റേഞ്ച് കണ്ടെത്തണം. അതിനുവേണ്ടി ആ ഫംഗ്ഷന്റെ ഗ്രാഫ് വരയ്ക്കണം. അതിനുവേണ്ടി നേരത്തെ ചെയ്ത ആ ജിയോജിബ്ര വിൻഡോ എടുക്കുക. ഈ ഫംഗ്ഷൻ എഡിറ്റ് ചെയ്യാൻ വേണ്ടി ഇവിടെ ഡബിൾ ക്ലിക്ക് ചെയ്യുക. ദെൻ ആ ഫംഗ്ഷൻ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. എന്തായിരുന്നു ഫംഗ്ഷൻ? 2 plus 4x 2 plus 4x then minus x square x shift cap 2 then enter ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആ ഫംഗ്ഷന്റെ ഗ്രാഫും കൂടെ കാണുവാൻ സാധിക്കും. ഓക്കെ, ജസ്റ്റ് ഒന്ന് സ്ക്രീൻ അഡ്ജസ്റ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫംഗ്ഷൻ എന്തായിരുന്നു? 2 plus 4x minus x square. ഈ ഫംഗ്ഷന്റെ എന്താണ് ആദ്യം കാണേണ്ടത്? എ പാർട്ട്, റൈറ്റ് റേഞ്ച് ഓഫ് എഫ് ഓഫ് എക്സ്. ഈ ഫംഗ്ഷന്റെ റേഞ്ച് കാണണം. വളരെ സിമ്പിളാണ്. റേഞ്ച് എന്ന് പറഞ്ഞാൽ ഈ ഫംഗ്ഷന്റെ y വാല്യൂ എവിടം മുതൽ എവിടം വരെ. ഈ ഫംഗ്ഷൻ അല്ലെ ഇങ്ങനെ കറങ്ങി താഴോട്ട് പോകുന്നതാണ് അല്ലേ? എൻ്റെ y വാല്യൂ -∞ മുതൽ ഇതുവരെ, ഏതുവരെ? 6 വരെ. അപ്പോൾ എന്താണ് റേഞ്ച്? ഓപ്പൺ ഇന്റർവൽ -∞, 6ന്റെ അവിടെ ക്ലോസ്ഡ് ആണ്, കാരണം ഇവിടെ എന്താണ്? ടച്ച് ചെയ്യുന്നുണ്ട്. സോ റേഞ്ച് എന്ന് പറയുന്നത് ഓപ്പൺ ഇന്റർവൽ -∞, 6 എന്ന് എഴുതുക. റേഞ്ച് ഈക്വൽ ടു ഓപ്പൺ ഇന്റർവൽ -∞, 6ന്റെ അവിടെ എന്താണ്? ക്ലോസ്ഡ് ഇന്റർവൽ ആണ്. ഞാൻ എഴുതിയപ്പോൾ ഒരു മിസ്റ്റേക്ക് വന്നുപോയി. ഇവിടെ ക്ലോസ്ഡ് ബ്രാക്കറ്റ് കൊടുക്കുക. ഇൻക്ലൂഡിങ് 6 ആണ് അല്ലേ? അത് ഫിഗറിൽ നിന്ന് നമുക്ക് ബോധ്യപ്പെടും. അത് എഴുതിയപ്പോൾ ഒരു മിസ്റ്റേക്ക് ആണ്. അപ്പോൾ റേഞ്ച് എന്ന് പറയുന്നത് ഓപ്പൺ ഇന്റർവൽ -∞, 6ന്റെ അവിടെ ക്ലോസ്ഡ് ബ്രാക്കറ്റ് കൊടുക്കുക. അപ്പോൾ റേഞ്ച് കിട്ടിക്കഴിഞ്ഞു. നെക്സ്റ്റ് നമുക്ക് ചെയ്യേണ്ടത് ഈ ഫംഗ്ഷനെ ബൈജക്റ്റീവ് ആക്കണം. അതായത് ഈ ഫംഗ്ഷൻ 1 ആകണം, 2 ആകണം. അതിനുവേണ്ടി ഡൊമൈനും കോഡൊമൈനും റെസ്ട്രിക്റ്റ് ചെയ്യുക. ഇതാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ഫംഗ്ഷൻ 1 ആണോ? ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഒരു ഹൊറിസോണ്ടൽ ലൈൻ ഇങ്ങനെ വരയ്ക്കുക. 2 പോയിന്റിൽ കട്ട് ചെയ്തു. therefore this function is not 1. ഇവിടെ പ്രശ്നം എന്താണ്? വളയുന്നതാണ് പ്രശ്നം. വളഞ്ഞാൽ പ്രശ്നമാണെന്ന് ഉറപ്പാണ്. അപ്പോൾ ഈ വളയുന്നത് ഇല്ലാതാക്കണം അല്ലേ? ഈ ഒരു വളവ് ഇല്ലാതാക്കണമെങ്കിൽ ഇവനെ ഇവിടെ വെച്ച് കട്ട് ചെയ്ത് മാറ്റുക. ഒന്നിൽ ലെഫ്റ്റ് സൈഡ് കട്ട് ചെയ്യുക, അല്ലെങ്കിൽ റൈറ്റ് സൈഡ് കട്ട് ചെയ്ത് മാറ്റുക. ഞാൻ ഈ ലെഫ്റ്റ് സൈഡ് കട്ട് ചെയ്ത് മാറ്റുന്നു. ഈ ഫംഗ്ഷൻ എന്താണ്? നൗ 1 അല്ല, കാരണം ഒരു ഹൊറിസോണ്ടൽ ലൈൻ വരച്ചാൽ ഒന്നിൽ കൂടുതൽ പോയിന്റിൽ മീറ്റ് ചെയ്യുന്നു. അപ്പോൾ 1 അല്ലാതാക്കുന്നത് ആരാണ്? ഈ ഒരു വളവാണ് അല്ലേ? ആ വളവ് ഇല്ലാതാക്കണം. അതിനുവേണ്ടി വളയുന്നത് എവിടെയാണ്? x = 2 എന്ന് പറയുന്ന പോയിന്റിലാണ് ടേൺ ചെയ്യുന്നത്. ആ 2 എന്ന് പറയുന്ന പോയിന്റിൽ ലെഫ്റ്റിലുള്ള വാല്യൂസ്, എക്സിന്റെ ലെഫ്റ്റിലുള്ള, ഈ 2ന്റെ ലെഫ്റ്റിലുള്ള വാല്യൂസ് ഞാൻ എന്ത് ചെയ്യുന്നു? കട്ട് ചെയ്യുന്നു. അതായത് ഇതിന്റെ ഡൊമൈൻ, അതാണ് എക്സ് വാല്യൂ, അത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 ആയി റെസ്ട്രിക്ട് ചെയ്യുന്നു. എക്സിന്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 ആയി റെസ്ട്രിക്ട് ചെയ്യുന്നു. 2 അതിനേക്കാളും വലിയ വാല്യൂ ആയി റെസ്ട്രിക്ട് ചെയ്യുന്നു. അപ്പോൾ എന്ത് സംഭവിക്കും? അത് കാണുന്നതിന് വേണ്ടി ഇവിടെ ഞാൻ എന്ത് ചെയ്യുന്നു? നമ്മൾ എന്താ ചെയ്യുന്നത്? ഈ ഫംഗ്ഷന്റെ എക്സ് വാല്യൂ, അപ്പോൾ ഫംഗ്ഷൻ എഫ് ആണ് കൊടുത്തു അല്ലേ? കോമ എന്താണ് റെസ്ട്രിക്ട് ചെയ്യേണ്ടത്? എക്സ് വാല്യൂ. എക്സ് വാല്യൂ എന്താക്കണം? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2. അപ്പോൾ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 എൻ്റർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആ റൈറ്റ് സൈഡിലുള്ള ഗ്രാഫ് കണ്ടില്ലേ? ബ്ലൂ കളർ. ഇനി എഫ് എന്ന് പറയുന്നത് ഹൈഡ് ചെയ്യാം. അപ്പോൾ നമ്മൾ എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 ആയി റെസ്ട്രിക്ട് ചെയ്തപ്പോൾ ഫംഗ്ഷന്റെ ഗ്രാഫാണിത്. നൗ ദിസ് ഫംഗ്ഷൻ ഈസ് എന്താണ്? 1. ഒരു ഹൊറിസോണ്ടൽ ലൈൻ വരച്ചാൽ ഒരൊറ്റ പോയിന്റിൽ മാത്രമേ മീറ്റ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഡൊമൈൻ ഞാൻ എന്താക്കി? ക്ലോസ്ഡ് ഇന്റർവൽ 2, ഇൻഫിനിറ്റി. ഇൻഫിനിറ്റിയുടെ അവിടെ ഓപ്പൺ ആണ് കേട്ടോ. 2 മുതൽ ഇൻഫിനിറ്റി വരെയായി റെസ്ട്രിക്ട് ചെയ്തു. അപ്പോൾ ഡൊമൈൻ എങ്ങനെ റെസ്ട്രിക്ട് ചെയ്തു? ക്ലോസ്ഡ് ഇന്റർവൽ 2, ഇൻഫിനിറ്റി. നൗ ഇത് 1, 2 ആണോ? നമുക്കറിയാം ഇതിന്റെ കോഡൊമൈൻ ക്യാപിറ്റൽ ആർ ആണ്. ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് അല്ലേ? കോഡൊമൈൻ ക്യാപിറ്റൽ ആർ. പക്ഷെ റേഞ്ച് ക്യാപിറ്റൽ ആർ ആണോ? അല്ല. അപ്പോൾ കോഡൊമൈൻ എന്തിന് ഈക്വൽ ആക്കണം? റേഞ്ചിന് ഈക്വൽ ആക്കണം. കോഡൊമൈനും റേഞ്ചും ഈക്വൽ ആയാൽ ഫംഗ്ഷൻ 1, 2 ആണല്ലോ. റേഞ്ച് ഓൾറെഡി ഞാൻ പറഞ്ഞു എന്താണ്? ഓപ്പൺ ഇന്റർവൽ -∞, 6 ക്ലോസ്ഡ് അല്ലേ? ക്ലോസ്ഡ് ഇന്റർവൽ റൈറ്റ് ക്ലോസ്ഡ് ആണ്. അപ്പോൾ റേഞ്ച് എന്ന് പറയുന്നത് അതാണെങ്കിൽ കോഡൊമൈനും അതാക്കിയാൽ മതി. അതായത് ആൻസർ എങ്ങനെ രേഖപ്പെടുത്തണം? റേഞ്ച് എന്ന് പറയുന്നത് -∞, 6. ഡൊമൈൻ എങ്ങനെ റെസ്ട്രിക്ട് ചെയ്യണം? ബൈജക്റ്റീവ് ആകാൻ ക്ലോസ്ഡ് ഇന്റർവൽ 2, റെസ്ട്രിക്ട് ചെയ്തപ്പോൾ അത് 1 ആയി. അടുത്ത കോഡൊമൈൻ എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആക്കണം? റേഞ്ചിന് ഈക്വൽ ആക്കണം. ഞാൻ വീണ്ടും സൂചിപ്പിക്കുന്നു, ഇവിടെ ക്ലോസ്ഡ് ബ്രാക്കറ്റ് ആണ് കേട്ടോ. സോ കോഡൊമൈൻ എന്ന് പറയുന്നത് വേറെ ഒന്നും നോക്കണ്ട, ഈ റേഞ്ച് എന്താണോ അതങ്ങ് എഴുതിയാൽ മതി.
എന്താണ് തൊട്ട് മുകളിൽ എഴുതിയിരിക്കുന്ന റേഞ്ച് എന്താണോ അത് തന്നെയാണ് കോഡൊമൈൻ. അങ്ങനെ റെസ്ട്രിക്ട് ചെയ്യുമ്പോൾ ഈ ഫംഗ്ഷൻ 1 1 ഹെൻസ് ഇറ്റ് ഈസ് എ ബൈജക്റ്റീവ് ഫംഗ്ഷൻ. അപ്പോൾ ഇത് ബൈജക്റ്റീവ് ആക്കാൻ എന്തൊക്കെ ചെയ്യണം എന്നാണ് ചോദിച്ചത് അല്ലേ. റീഡിഫൈൻ ദ ഡൊമൈൻ റീഡിഫൈൻ ചെയ്തു, കോഡൊമൈൻ റേഞ്ചിന് ഈക്വൽ ആക്കി, അങ്ങനെ ഇതെന്തായി ബൈജക്ഷനായി. നൗ ഡ്രോ ദ ഗ്രാഫ് ഓഫ് ദ ഫംഗ്ഷൻ ഇൻ ദ റെസ്ട്രിക്റ്റഡ് ഡൊമൈൻ. ഡ്രോ എന്ന് പറഞ്ഞാൽ ആൻസർ പേപ്പറിൽ ഡ്രോ ചെയ്യേണ്ട, ജിയോജിബ്ര സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് സ്ക്രീനിൽ ഡ്രോ ചെയ്താൽ മതി. സ്കെച്ച് ദ ഗ്രാഫ് എന്ന് പറഞ്ഞാൽ മാത്രമേ നമ്മൾ ആൻസർ സ്ക്രിപ്റ്റിൽ വരയ്ക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ ഇത് ഡ്രോ ചെയ്യാൻ എന്താണ് ഓൾറെഡി നമ്മൾ ചെയ്തു കഴിഞ്ഞു. എന്ത് ചെയ്യണം? നേരത്തെ സൂചിപ്പിച്ച് ഇവിടെ കമാൻഡ് കൊടുക്കണം. എഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2. എക്സിന്റെ വാല്യൂ എന്താണ്? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 എന്ന് ടൈപ്പ് ചെയ്താൽ അത് കിട്ടിക്കഴിഞ്ഞു. ശരിക്കും പറഞ്ഞാൽ സി പാർട്ട് ഇവിടെ കിട്ടിയില്ലേ. അപ്പോൾ സ്കെച്ച് ദ ഗ്രാഫ് അല്ലെങ്കിൽ ഡ്രോ ദ ഗ്രാഫ് എന്ന് ആൻസർ സ്ക്രിപ്റ്റിൽ എഴുതിയതിനു ശേഷം എക്സ്റ്റേണൽ എക്സാമിനറെ വിളിച്ച് നിർബന്ധമായും ഇത് നിങ്ങൾ കാണിക്കേണ്ടതുണ്ട്. ഓക്കെ, ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ ഈ ക്വസ്റ്റ്യൻ്റെ മറ്റൊരു 3 മാർക്ക് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഓക്കെ, അതിനും നമുക്ക് 3 മാർക്കാണ്. അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 3. ഇതേപോലത്തെ മറ്റൊരു ക്വസ്റ്റ്യൻ. കൺസിഡർ ദ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 2 sec 2x അല്ലെ, ഒരു ട്രിഗണോമെട്രി ഫംഗ്ഷൻ. ഡ്രോ ദ ഗ്രാഫ് ഓഫ് ദ ഫംഗ്ഷൻ, ഫൈൻഡ് ഇറ്റ്സ് റേഞ്ച്. നേരത്തെ പറഞ്ഞതുപോലെ ഇത് ബൈജക്ഷൻ ആക്കാൻ ഡൊമൈനും കോഡൊമൈനും റെസ്ട്രിക്ട് ചെയ്യുക, എന്നിട്ട് അതിൻ്റെ ഗ്രാഫ് വരയ്ക്കുക ഇൻ ദ റെസ്ട്രിക്റ്റഡ് ഡൊമൈൻ. അപ്പോൾ ഇവിടെ പ്രശ്നം, ഇതൊരു ട്രിഗണോമെട്രി ഫംഗ്ഷനാണ്. അപ്പോൾ എക്സ് ആക്സിസിൻ്റെ യൂണിറ്റ് നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്? ചേഞ്ച് ചെയ്യേണ്ടതുണ്ട്. അത് ഇൻ ടേംസ് ഓഫ് π/2 അല്ലെങ്കിൽ π/4 ആക്കുക എന്ന് ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നിരിക്കും. ഞാനിവിടെ എഴുതിയിട്ടില്ല, അത് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ തീർച്ചയായും തന്നിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് എക്സ് ആക്സിൻ്റെ യൂണിറ്റ് ആദ്യം ചേഞ്ച് ചെയ്യണം. ട്രിഗണോമെട്രി ഫംഗ്ഷൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് എക്സ് ആക്സിൻ്റെ യൂണിറ്റ് ചേഞ്ച് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ വെച്ച് തന്നെ കളിക്കുന്നില്ല, ഒരു പുതിയ ജിയോജിബ്ര വിൻഡോ ഓപ്പൺ ചെയ്യാം. ഫയൽ എടുക്കുക, ന്യൂ വിൻഡോ. ഓക്കെ, അതൊന്ന് മാക്സിമൈസ് ചെയ്യുക, ദെൻ സ്റ്റാൻഡേർഡ് വ്യൂ ആക്കാൻ Ctrl+M. ഇതൊക്കെ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു അല്ലേ. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് എന്താണ് വേണ്ടത്? ആദ്യം എക്സ് ആക്സിസിൻ്റെ യൂണിറ്റ് ചേഞ്ച് ചെയ്യാം. ഇൻ ടേംസ് ഓഫ് π/4 മാറ്റാം. അതിന് ഗ്രാഫിക്സിൽ ക്ലിക്ക് ചെയ്യുക, ദെൻ റൈറ്റ് ക്ലിക്ക്. അപ്പോൾ ഗ്രാഫിക്സ് എന്ന സംഗതിയിൽ വീണ്ടും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ എക്സ് ആക്സിസ് വരും. എക്സ് ആക്സിസ് ഇൻ ടേംസ് ഓഫ് π/2 π/4 എന്ത് വേണം മാറ്റാം. ഞാൻ π/2 സെലക്ട് ചെയ്തു, എന്നിട്ട് π/4 മാറ്റാം. അതായിരിക്കും കുറച്ചുകൂടെ നല്ലതെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ നമുക്ക് തിരിച്ചു വരാം, നോ പ്രോബ്ലം. ഓക്കെ, സോ അവിടെ ക്ലിക്ക് ചെയ്യും, അത് ക്ലോസ് ചെയ്യുമ്പോൾ ഇവിടെ ഇൻ ടേംസ് ഓഫ് π/4 ആയി കഴിഞ്ഞു. ഇനി നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഡ്രോ ദ ഗ്രാഫ് ഓഫ് ദ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 2 sec 2x. അത് ജിയോജിബ്ര വിൻഡോയിൽ ഇൻപുട്ട് ബാറിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഫംഗ്ഷൻ എന്തായിരുന്നു? 2 sec 2x. സീക്ക് ബ്രാക്കറ്റ് കൊടുത്തിട്ട് 2x കൊടുക്കുക. പല കുട്ടികളും ബ്രാക്കറ്റ് കൊടുക്കത്തില്ല, എങ്കിൽ തെറ്റും. സോ ഇവിടെ ഓൾജിബ്രയിൽ നോക്കുക, നമ്മൾ ടൈപ്പ് ചെയ്തത് കറക്റ്റ് ആണെന്ന്. കറക്റ്റായിട്ട് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഈ ഫംഗ്ഷൻ 1 1 ആണോ അല്ല എന്ന് ഒറ്റ നോട്ടത്തിൽ അറിയാം അല്ലേ. ഒരു ഹൊറിസോണ്ടൽ ലൈൻ വരച്ചാൽ ഒത്തിരി പോയിന്റുകൾ കട്ട് ചെയ്യുന്നു, അതുകൊണ്ട് നോട്ട് 1 1. പക്ഷെ നമ്മുടെ ഫസ്റ്റ് പാർട്ട് അതല്ല. ഫസ്റ്റ് പാർട്ട് എന്താണ്? റൈറ്റ് ഡ്രോ ദ ഗ്രാഫ് ഓഫ് ദ ഫംഗ്ഷൻ ആൻഡ് ഫൈൻഡ് ഇറ്റ്സ് റേഞ്ച്. ഈ ഫംഗ്ഷൻ്റെ റേഞ്ച് കണ്ടെത്തുക. ഈ ഫംഗ്ഷൻ്റെ റേഞ്ച് എന്ന് പറഞ്ഞാൽ ഈ ഫംഗ്ഷൻ്റെ y വാല്യൂ എവിടെ മുതൽ എവിടം വരെ? ഈ 2 മുതൽ അങ്ങ് മേളിലോട്ട് പോകുന്നുണ്ട്, അടുത്ത -2 മുതൽ താഴോട്ടും വരുന്നുണ്ട്. അപ്പോൾ 2 രീതിയിൽ ആൻസർ എഴുതാം. ആദ്യം ഒരു രീതി, ഇതിൻ്റെ റേഞ്ച് ടോട്ടൽ ആർ ഫുള്ളായിട്ട് എടുക്കുക. -∞ മുതൽ +∞ വരെ എന്ന് അസ്യൂം ചെയ്യുക. അപ്പോൾ ക്യാപിറ്റൽ ആർ അല്ലേ. മൊത്തം എന്തെടുക്കുമ്പോൾ എന്താ കിട്ടുന്നത്? ക്യാപിറ്റൽ ആർ മൈനസ് ഏത് ഇൻ്റർവെൽ? ഓപ്പൺ ഇൻ്റർവെൽ -2,2. ഈ -2-നും +2-നും ഇടയ്ക്ക് ഫംഗ്ഷൻ ഇമേജ് ഉണ്ടോ? y വാല്യൂ ഉണ്ടോ? ഇല്ല. അപ്പോൾ ടോട്ടലായിട്ട് എടുക്കുമ്പോൾ ക്യാപിറ്റൽ ആർ മൈനസ് ഓപ്പൺ ഇൻ്റർവെൽ -2,2. ഈ റേഞ്ചിനകത്ത് അതിന് ഇമേജ് ഇല്ല. അപ്പോൾ റേഞ്ച് ഓഫ് ദിസ് ഫംഗ്ഷൻ ഈക്വൽ ടു എന്ത് എഴുതാം? ക്യാപിറ്റൽ ആർ മൈനസ് ഓപ്പൺ ഇൻ്റർവെൽ -2,2 അങ്ങനെ എഴുതാം. അല്ലെങ്കിൽ റേഞ്ച് ഈക്വൽ ടു എന്തെഴുതാം? -∞ to -2 യൂണിയൻ +2 to ∞. അതായത് ക്ലോസ്ഡ് ഇൻ്റർവെൽ 2,∞. അതായത് എന്താണ്? ഓപ്പൺ ഇൻ്റർവെൽ -∞, -2 അവിടെ ക്ലോസ്ഡ് ഇൻ്റർവെൽ. യൂണിയൻ ഇതാണ് ക്ലോസ്ഡ് ഇൻ്റർവെൽ 2,∞. അത് ഓപ്പൺ ഇൻ്റർവെൽ ആക്കി എഴുതാം. അതിനേക്കാളും എളുപ്പം എന്താണ്? റേഞ്ച് ഓഫ് ദിസ് ഫംഗ്ഷൻ ഈസ് ടോട്ടൽ എടുക്കുക. ക്യാപിറ്റൽ ആർ മൈനസ് ഏത് റീജിയൻ? -2,2 ഓപ്പൺ ഇൻ്റർവെൽ -2,2. അതാണ് നമുക്ക് എഴുതുവാൻ എളുപ്പം, അതുകൊണ്ട് അത് തന്നെ ചെയ്യാം. റേഞ്ച് ഈക്വൽ ടു ക്യാപിറ്റൽ ആർ മൈനസ് ഓപ്പൺ ഇൻ്റർവെൽ -2,2. അപ്പോൾ ഈ ഫംഗ്ഷൻ തീർച്ചയായും ഓൺ ടു ആക്കണമെങ്കിൽ എന്ത് ചെയ്യണം? കോഡൊമൈൻ എന്താക്കണം? റേഞ്ചിന് ഈക്വൽ ആക്കണം. അപ്പോൾ നേരത്തെ പറഞ്ഞതല്ലേ കോഡൊമൈൻ ഈക്വൽ ടു അതാക്കി. ഇനി ഇത് 1 1 ആക്കാൻ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്?
ഈ ഫംഗ്ഷൻ 1 ആക്കാൻ. ഒത്തിരി വളവുകളുണ്ടല്ലേ, ഒരു വളവാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് വെട്ടിക്കളയാം. ഇവിടെ ഒത്തിരി വളവുകളുണ്ട്, അത് നമ്മുടെ വിഷയമേ അല്ല. നമുക്ക് 2 വളവ്, ഇതൊന്ന് ശ്രദ്ധിക്കുക കണ്ടോ, ഇത് ഏരിയ, അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ വരുന്ന ഈ ഒരു സംഗതിയും ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് ഇവിടെ വളയുന്നു അല്ലേ, ആ വളയുന്ന പോയിന്റ്, ടേൺ ചെയ്യുന്ന പോയിന്റ് എന്നാണ് x = 0. 0 മുതൽ ഈ π/4 വരെ മുകളിലോട്ട് പോകുന്നു. പിന്നെ അത് താഴോട്ട് വരുന്നത് എന്നാണ് π/2. അടുത്ത ഈ π/2ലാണ് അടുത്ത ടേണിങ്. ഇവിടുത്തെ ഈ ടേണിങ് കഴിഞ്ഞാൽ അടുത്ത ടേണിങ് എന്താണ്, ഇവിടെയാണ്. അപ്പോൾ ഞാനിവിടെ ഡൊമൈൻ എക്സ് വാല്യൂ ഈ 0 മുതൽ ഇതുവരെ എടുക്കുന്നു, π/2. അപ്പർ പോർഷൻ മാത്രം പോരെ, അപ്പറും ലോവറും വരണം കേട്ടോ. ആ രീതിയിൽ വേണം ചൂസ് ചെയ്യാൻ. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ചില കുട്ടികൾ 0 മുതൽ π/4 വരെ മാത്രം എടുക്കുമ്പോൾ ഇത്രയും മാത്രം കിട്ടും, കറക്റ്റ് എന്ന് വിചാരിക്കും. തെറ്റാണ്, താഴെയും കൂടെ എടുക്കേണ്ടതുണ്ട്. ടോട്ടൽ സംഭവം എടുക്കണം കേട്ടോ, ഈ വാല്യൂ. അപ്പോൾ 0 മുതൽ എന്താണ് π/2 വരെ നമുക്ക് റെസ്ട്രിക്റ്റ് ചെയ്യാം. അതായത് 0 മുതൽ ഇത് വരും, പിന്നെ എന്ത് വരും, താഴോട്ടുള്ള പോർഷൻ വരും. അപ്പോൾ ഞാൻ ഡൊമൈൻ എങ്ങനെ റെസ്ട്രിക്റ്റ് ചെയ്യുന്നു, ക്ലോസ്ഡ് ഇന്റർവൽ 0,π/2. അപ്പോൾ ഡൊമൈൻ അങ്ങനെ റെസ്ട്രിക്റ്റ് ചെയ്യുമ്പോൾ ഈ ഫംഗ്ഷൻ എന്ത് കിട്ടും, 1 കാരണം ഇവിടെ മാത്രം വരും, ഇവിടെ താഴോട്ട് വരും. ഒരൊറ്റ ഇമേജ് മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് 1 എന്ന് പറയാം. അപ്പോൾ ഇത് റെസ്ട്രിക്റ്റ് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യണം, ഫംഗ്ഷൻ്റെ പേരെന്തായിരുന്നു, എഫ് കോമ എന്തായിരുന്നു, എക്സ് വാല്യൂ ക്ലോസ്ഡ് ഇന്റർവൽ 0,π/2. അതിൻ്റെ ഡെഫിനിഷൻ 0 < x < π/2. അത് പഠിക്കണം. ക്ലോസ്ഡ് ഇന്റർവൽ 0,π/2 എന്ന് പറഞ്ഞാൽ 0 < x < π/2. പൈ എവിടെ കിട്ടും, പൈ ഇവിടെ ആൽഫ കീയിൽ കിട്ടും, പൈ. ദെൻ എന്താണ് /2. എൻ്റർ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ഗ്രാഫ് ഇവിടെ കാണുവാൻ സാധിക്കും. റെസ്ട്രിക്റ്റഡ് ഡൊമൈനിലുള്ള ഗ്രാഫ് നോക്കിക്കോ. എഫ് ഞാൻ ഹൈഡ് ചെയ്തപ്പോൾ ഇത് കിട്ടിയില്ലേ, ഒരു ഹൊറിസോണ്ടൽ ലൈൻ വരച്ചാൽ ഒരൊറ്റ പോയിന്റിൽ മാത്രമേ കട്ട് ചെയ്യുന്നുള്ളൂ. സോ ദിസ് ഫംഗ്ഷൻ ഈസ് 1 അപ്പോൾ 1 ആക്കാൻ റെസ്ട്രിക്ട് ചെയ്തത് എങ്ങനെയാണ്, ഡൊമൈൻ ക്ലോസ്ഡ് ഇന്റർവൽ 0,π/2ലാണ് റെസ്ട്രിക്ട് ചെയ്തത്. ഡൊമൈൻ ക്ലോസ്ഡ് ഇന്റർവൽ 0,π/2. അടുത്തത് എന്താണ്, ഓൺ ടു ആക്കാൻ റേഞ്ചും കോഡൊമൈനും ഈക്വൽ ആക്കുക. അപ്പോൾ കോഡൊമൈൻ = റേഞ്ച് എഴുതിയാൽ മതി. നൗ ദിസ് ഫംഗ്ഷൻ ബിക്കംസ് എന്താണ്, എ ബൈജക്ഷൻ. ഇനി ഇതിൻ്റെ ഗ്രാഫ് വരയ്ക്കുക എന്നാണ് സി പാർട്ട് പറയുന്നത്. അത് നമ്മൾ ഓൾറെഡി വരച്ചു കഴിഞ്ഞില്ലേ. സി പാർട്ട് ഗ്രാഫ് വരയ്ക്കാൻ എന്ത് കമാൻഡ് കൊടുക്കണം, എഫ് കോമ ക്ലോസ്ഡ് ഇന്റർവൽ 0,π/2 എന്ന് പറഞ്ഞാൽ 0 < x < π/2. പരിപാടി കഴിഞ്ഞു, കിട്ടി മാർക്ക് 3 അല്ലേ, അല്ലെങ്കിൽ 4 മാർക്ക്. മൊത്തം 3 ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിട്ടുള്ളത്. ലാസ്റ്റ് ക്വസ്റ്റ്യന് 4 മാർക്കാണ്, കാരണം ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനുള്ളത് കൊണ്ട് 4 മാർക്ക്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ 3 മാർക്ക്, സെക്കൻഡ് ക്വസ്റ്റ്യന് 4 മാർക്കാണ്, ഇതിന് 3 മാർക്ക്. അങ്ങനെ മൊത്തം 10 മാർക്കായി. ഇതിൽ 1-2 റേഞ്ചൊക്കെ തെറ്റിപ്പോയാലും കുഴപ്പമില്ല, കാരണം ഈ ലാബിൽ നിന്ന് മാക്സിമം 8 മാർക്കേ നമുക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. 10 മാർക്സിന് ചോദിക്കും, നമ്മൾ ആ 8 മാർക്കിന് എഴുതിയാൽ മതി. 10 മാർക്കിന് എഴുതിയാലും കുഴപ്പമില്ല, 8 മാർക്കേ കിട്ടത്തുള്ളൂ. സോ തീർച്ചയായും 8 ഔട്ട് ഓഫ് 8 നിങ്ങൾക്ക് കിട്ടട്ടെ. അതിൻ്റെ അടിസ്ഥാനത്തിൽ പബ്ലിക് പ്രാക്ടിക്കൽ എക്സാമിനേഷന് 40 ഔട്ട് ഓഫ് 40 നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നെക്സ്റ്റ് ഡേ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. വെയിറ്റ് ഫോർ ദ നെക്സ്റ്റ് ക്ലാസ്. ടിൽ ദെൻ ബൈ ബൈ.